പശ്ചിമേഷ്യ ഇപ്പോൾ അശാന്തിയുടെ നിഴലിലാണ്. ആ അശാന്തിക്ക് തുടക്കം കുറിച്ചത് ഇസ്രായേലും അമേരിക്കയുമാണ്. ഇസ്രായേലും അമേരിക്കയും ഇറാനെ ആക്രമിച്ചതിനു ശേഷമാണ് ലോകം മുഴുവൻ ആ അശാന്തി പരന്നത്. ഇസ്രായേലും അമേരിക്കയും ഇറാനെ ആക്രമിക്കുന്നു. ഇറാൻ തിരിച്ച് അമേരിക്കയുടെ സൈനിക ബേസുകളുള്ള GCC രാജ്യങ്ങളെ ആക്രമിക്കുന്നു. അവിടെ നിന്ന് അങ്ങോട്ട് സംഘർഷത്തോട് സംഘർഷം. GCC രാജ്യങ്ങളുടെ പരമാധികാരത്തിന്മേലുള്ള കടന്നുകയറ്റം കൂടിയായിരുന്നു ഇറാന്റെ ഈ പ്രവൃത്തി. എന്തായാലും അമേരിക്കയുടെ സൈനിക ബേസുകൾ, അതായത് GCC രാജ്യങ്ങളിലുള്ള സൈനിക ബേസുകളെല്ലാം ഇറാൻ ആക്രമിച്ചു കഴിഞ്ഞു. അതോടുകൂടിയാണ് പശ്ചിമേഷ്യ സംഘർഷത്തിലേക്ക് പോയത്. നിരവധി വിമാനങ്ങളാണ് ലോകത്തിന്റെ പല ഭാഗത്തും ഇത് കാരണം റദ്ദ് ചെയ്യപ്പെട്ടത്. പ്രവാസികൾ പല ഭാഗത്തായിട്ട് കുടുങ്ങിപ്പോയി. ഇപ്പോഴും അത് പൂർണ്ണമായും പരിഹരിച്ചിട്ടില്ല. വിമാന സർവീസുകളെല്ലാം പഴയ നിലയിലേക്ക് ആയി വരുന്നതേ ഉള്ളൂ. ഇപ്പോഴും അശാന്തിയുടെ നിഴലിൽ തന്നെയാണ് പശ്ചിമേഷ്യ ഉള്ളത്. എന്തായാലും ഇസ്രായേൽ ഇറാൻ സംഘർഷം 9ാം ദിവസത്തിലേക്ക് കടക്കുമ്പോൾ ഗൾഫ് രാജ്യമായ യുണൈറ്റഡ് അറബ് എമിറേറ്റ്സ് കൂടി യുദ്ധത്തിൽ അണിചേർന്നതായി വാർത്തകൾ പുറത്തു വന്നിരുന്നു. ഇസ്രായേൽ മാധ്യമങ്ങളാണ് UAE ഇറാനെ ആക്രമിച്ചതായി റിപ്പോർട്ട് ചെയ്തത്. ഇറാന്റെ തലസ്ഥാനമായ ടെഹ്റാനിലെ ഒരു ശുദ്ധജല നിർമ്മാണ പ്ലാന്റിന് നേരെ ആക്രമണം നടത്തിയതായിട്ടാണ് സ്ഥിരീകരിക്കാത്ത റിപ്പോർട്ടുകൾ ആദ്യം പുറത്തു വന്നത്. മേഖലയിൽ യുദ്ധം തുടങ്ങിയതിനു ശേഷം ആദ്യമായിട്ടാണ് ഇത്തരമൊരു നീക്കം UAEയുടെ ഭാഗത്ത് നിന്ന് ഉണ്ടാകുന്നതെന്നായിരുന്നു ജെറുസലേം പോസ്റ്റ് റിപ്പോർട്ട് ചെയ്തത്. ഇസ്രായേൽ മാധ്യമമായ ക്യാൻ ന്യൂസ് പുറത്തുവിട്ട വിവരങ്ങൾ പ്രകാരം ഇറാനിലെ ഒരു ജലശുദ്ധീകരണശാലയ്ക്ക് നേരെയാണ് UAE ആക്രമണം നടത്തിയതത്രേ. ഇത് ഇറാൻ ഭരണകൂടത്തിന് നൽകിയ ശക്തമായ മുന്നറിയിപ്പായിട്ടാണ് ഇസ്രായേലിയൻ മാധ്യമങ്ങൾ ചൂണ്ടിക്കാട്ടിയത്. ഇത് ഗൾഫ് മേഖലയിലെ വലിയ ചർച്ചകൾക്ക് വഴി തുറന്നു. ഇറാന്റെ ഭാഗത്തു നിന്നുള്ള തുടർച്ചയായ മിസൈൽ ഡ്രോൺ ആക്രമണങ്ങളിൽ സഹികെട്ടാണ് UAE ഈ നീക്കം നടത്തിയതെന്നായിരുന്നു ഇസ്രായേൽ മാധ്യമമായ ജെറുസലേം പോസ്റ്റ് റിപ്പോർട്ട് ചെയ്തത്. എന്നാൽ ഈ വാർത്തകൾ UAE ഔദ്യോഗികമായി നിഷേധിച്ചിരിക്കുകയാണ്. UAE ഫെഡറൽ നാഷണൽ കൗൺസിൽ അംഗവും പ്രതിരോധ സമിതി അധ്യക്ഷനുമായ അലി റാഷിദ് അൽ നുഐമി ഈ വാർത്തകൾ പച്ചക്കള്ളമാണെന്ന് വ്യക്തമാക്കിയിരിക്കുന്നു. തങ്ങൾ ഇറാന് നേരെ ഒരു സൈനിക നീക്കം നടത്തിയാൽ അത് ലോകത്തെ അറിയിക്കാനുള്ള ധൈര്യം UAEക്ക് ഉണ്ടെന്നാണ് അദ്ദേഹം എക്സിൽ കുറിച്ചത്. ഇറാൻ ഭരണകൂടത്തിന്റെ തെറ്റായ നയങ്ങൾക്ക് അവിടുത്തെ സാധാരണ ജനങ്ങളെ UAE ഇരകളാക്കില്ലെന്നും ഇറാൻ ജനതയുടെ ക്ഷേമത്തിലാണ് തങ്ങൾക്ക് താല്പര്യമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. ഇറാനിയൻ ഭരണകൂടം ചെയ്യുന്നത് പോലെ UAE ഒരിക്കലും ഇറാനിയൻ ജനതയെ ലക്ഷ്യം വെക്കില്ലെന്ന് അദ്ദേഹം വ്യക്തമായി പറയുന്നുണ്ട്. ആ ഭരണകൂടത്തിന്റെ യഥാർത്ഥ ഇരകളാണ് ഇറാനിയൻ ജനത. അവരുടെ നയങ്ങൾ കാരണം ഏറ്റവും കൂടുതൽ കഷ്ടപ്പെടുന്നവർ. അയൽക്കാർ എന്ന നിലയിൽ തങ്ങൾ ഈ യാഥാർത്ഥ്യം തിരിച്ചറിയുന്നുവെന്നും അവരുടെ ക്ഷേമത്തിലാണ് മുൻഗണന നൽകുന്നതെന്നുമാണ് എക്സിലെ പോസ്റ്റിലൂടെ വ്യക്തമാക്കിയിരിക്കുന്നത്. അതേസമയം ഫെബ്രുവരി 28 മുതൽ ഇറാൻ നടത്തുന്ന ക്രൂരമായ ആക്രമണങ്ങളെ പ്രതിരോധിക്കുന്നുണ്ടെന്ന് UAE വിദേശകാര്യ മന്ത്രാലയം അറിയിച്ചിട്ടുണ്ട്. ഏകദേശം 1400-ലധികം ബാലിസ്റ്റിക് മിസൈലുകളും ഡ്രോണുകളുമാണ് ഇറാൻ UAEയിലെ അടിസ്ഥാന സൗകര്യങ്ങളെയും സാധാരണക്കാരെയും ലക്ഷ്യമാക്കി അയച്ചത്. ഇതിൽ നിരവധി പേർക്ക് പരിക്കേൽക്കുകയും മരണം സംഭവിക്കുകയും ചെയ്തിട്ടുണ്ട്. ഈ ആക്രമണങ്ങൾ അന്താരാഷ്ട്ര നിയമത്തിന്റെയും UN ചാർട്ടറിന്റെയും നഗ്നമായ ലംഘനമാണ്. ഈ സാഹചര്യത്തിൽ രാജ്യത്തിന്റെ പരമാധികാരവും സുരക്ഷയും സംരക്ഷിക്കാൻ അന്താരാഷ്ട്ര നിയമങ്ങൾക്ക് അനുസൃതമായ എല്ലാ നടപടികളും സ്വീകരിക്കാൻ തങ്ങൾക്ക് അവകാശമുണ്ടെന്നും UAE പറഞ്ഞു വെക്കുന്നുണ്ട്. തങ്ങൾ യുദ്ധം ആഗ്രഹിക്കുന്നില്ലെങ്കിലും സുരക്ഷയുടെ കാര്യത്തിൽ വിട്ടുവീഴ്ചയില്ലെന്നാണ് UAEയുടെ നിലപാട്. ഇതിനിടെ ജലശുദ്ധീകരണശാലയ്ക്ക് നേരെയുണ്ടായ ആക്രമണത്തിന് പിന്നിൽ അമേരിക്കയാണെന്നാണ് ഇറാന്റെ വിദേശകാര്യ മന്ത്രാലയം പറയുന്നത്. ഇത് അമേരിക്ക ചെയ്ത ഗുരുതരമായ കുറ്റകൃത്യമാണെന്നും ഇതിന്റെ പ്രത്യാഘാതം വലുതായിരിക്കുമെന്നും പറയുന്നുണ്ട്. ഇതിനോടൊപ്പം നിലവിൽ UAE നേരിട്ട് ഇറാന്റെ മണ്ണിൽ ആക്രമണം നടത്തിയെന്ന വാർത്തകൾ വ്യാജമാണെങ്കിലും മേഖലയിലെ സാഹചര്യം അതീവ ഗുരുതരമാണെന്ന് പറയാതെ വയ്യ. ഒരു കാര്യം നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. അതായത് ഈ GCC രാജ്യങ്ങൾ ഒരു തെറ്റും ചെയ്തിട്ടില്ല. ആ GCC രാജ്യങ്ങളിലാണ് ഇപ്പോൾ ആക്രമണം നടന്നുകൊണ്ടിരിക്കുന്നത്. അമേരിക്കയും ഇസ്രായേലും ചേർന്നാണ് ഇറാനെ ആക്രമിച്ചത്. ഈ GCC രാജ്യങ്ങളിൽ അമേരിക്കയുടെ സൈനിക താവളങ്ങൾ ഉണ്ട് എന്ന ഒറ്റ കാരണം കൊണ്ടാണ് ഇറാൻ ഈ GCC രാജ്യങ്ങൾക്ക് മേൽ മിസൈലുകളും ഡ്രോണുകളും ഇങ്ങനെ വർഷിച്ചുകൊണ്ടിരിക്കുന്നത്. ശരിക്കും ഇത് ഈ GCC രാജ്യങ്ങളുടെ പരമാധികാരത്തിന്റെയും അന്താരാഷ്ട്ര നിയമത്തിന്റെയും ഒക്കെ നഗ്നമായ ലംഘനം തന്നെയാണ്. ഇറാനെതിരെ ഈ GCC രാജ്യങ്ങൾ ഇപ്പോഴും ആക്രമണമൊന്നും നടത്തിയിട്ടില്ല. അവരത് പ്രതിരോധിക്കാനുള്ള വഴികൾ മാത്രമാണ് തേടിയിട്ടുള്ളത്. പക്ഷെ മേഖലയാകെ സംഘർഷഭരിതമാണ്. അമേരിക്കയുടെ സൈനിക താവളങ്ങൾ ഈ GCC രാജ്യങ്ങൾ ഉണ്ടെന്ന് പറയുമ്പോഴും ഇത്തരത്തിലൊരു ആക്രമണം നടത്തുമ്പോൾ അത് അവിടുത്തെ ജനതയെയും ഭരണകൂടത്തെയും ഒക്കെ ബാധിക്കുന്നതാണ്. എപ്പോ മിസൈലും ഡ്രോണും ആരുടെ തലയിൽ കൂടി വന്ന് പതിക്കുമെന്ന് പറയാൻ സാധിക്കാത്തൊരവസ്ഥ. പക്ഷെ അപ്പോഴും GCC രാജ്യങ്ങൾ സംയമനം പാലിക്കുന്നുണ്ട്. UAE ഇതുവരെയും ഇറാനെ ആക്രമിച്ചിട്ടില്ല. UAEക്ക് ആക്രമിക്കാനാണെങ്കിൽ കാരണങ്ങൾ ഉണ്ട് താനും. UAE പറഞ്ഞു വെക്കുന്ന ഒരു കാര്യമുണ്ട്.
ഇറാനിയൻ ജനതയല്ല ഞങ്ങളുടെ ലക്ഷ്യം. അവരുടെ സമാധാനവും ക്ഷേമവുമാണ് ഞങ്ങളുടെയും പരമപ്രധാനമായ കാര്യം. പക്ഷേ ഇത് എത്ര നാൾ മുന്നോട്ട് പോകുമെന്നറിയില്ല. ഇറാൻ കൂടുതൽ ആക്രമണം കടുപ്പിച്ചാൽ ഒരുപക്ഷെ GCC രാജ്യങ്ങൾ, UAE ഉൾപ്പെടെയുള്ള GCC രാജ്യങ്ങൾ അവരുടെ നിലപാട് മാറ്റിയേക്കാം. എന്തായാലും പശ്ചിമേഷ്യ ആകെ സംഘർഷഭരിതമാണ്. എന്ന് പശ്ചിമേഷ്യ സമാധാനത്തിലേക്ക് മടങ്ങി വരുമെന്ന് ആർക്കും പറയാനാകാത്ത അവസ്ഥയാണ്. ഇറാനിലാണെങ്കിൽ പുതിയ പരമോന്നത നേതാവ് അധികാരത്തിൽ എത്തിക്കഴിഞ്ഞു. ഇസ്രായേലും അമേരിക്കയും സംയുക്തമായി പുതിയ പരമോന്നത നേതാവിനെ ലക്ഷ്യം വെക്കുമോ എന്ന ആശങ്ക ഇറാനുമുണ്ട്. ഒരു കാര്യം പറയാതെ വയ്യ, ഒരു യുദ്ധം നടക്കുമ്പോൾ അല്ലെങ്കിൽ ഒരു സംഘർഷം നടക്കുമ്പോൾ പലതരത്തിലുള്ള വാർത്തകൾ നമുക്ക് ചുറ്റും സ്പ്രെഡ് ചെയ്യും. അതിലധികവും വ്യാജ വാർത്തകളായിരിക്കും. അവിടെയാണ് UAE ഇപ്പോൾ വ്യക്തമാക്കിയിരിക്കുന്നത് ഇറാനെ തങ്ങൾ ഇതുവരെയും ആക്രമിച്ചിട്ടില്ല, അങ്ങനെ ആക്രമിച്ചാൽ അത് പറയാനുള്ള ധൈര്യം തങ്ങൾക്കുണ്ട് എന്ന്. എന്തായാലും നേരത്തെ ഇറാനെ UAE ആക്രമിച്ചു എന്ന തരത്തിലുള്ള വാർത്തകൾ തികച്ചും തെറ്റാണ്, വ്യാജമാണെന്ന് UAE തന്നെ വ്യക്തമാക്കിയിരിക്കുകയാണ് നിലവിൽ.